എല്ലാവർക്കും ഗെയിമർ ആപ്പിൻ്റെ ഗോഡ് ഓഫ് വാർ റാഗ്നറോക്ക് എന്ന ഗെയിമിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. ഈ ഗോഡ് ഓഫ് വാർ എന്ന ഗെയിമിംഗ് സീരീസിലെ ഞാൻ കളിക്കുന്ന രണ്ടാമത്തെ ഗെയിമാണ് ഈ ഗോഡ് ഓഫ് വാർ റാഗ്നറോക്ക്. ഇതിനു മുമ്പ് ഞാൻ കളിച്ചത് ഗോഡ് ഓഫ് വാർ ഗോസ്റ്റ് ഓഫ് സ്പാർട്ട എന്ന ഗെയിമാണ്. അത് ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഒരു പ്ലേ സ്റ്റേഷൻ പോർട്ടബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു PSP. അതിൽ തന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ഗെയിമായിരുന്നു ആ ഒരു ഗോഡ് ഓഫ് വാറിൻ്റെ സീരീസ്. എത്ര പേര് ആ ഒരു ഹാൻഡ് ഹെൽഡ് കൺസോളിൽ ഇത് കളിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കളിച്ചവർക്കറിയാം ആ ഒരു ഗെയിം തരണ എക്സ്പീരിയൻസ്. ആ ഒരു ഗോസ്റ്റ് ഓഫ് സ്പാർട്ട കളിച്ച് കഴിഞ്ഞിട്ട് അറൗണ്ട് എനിക്ക് തോന്നുന്നു ഒരു 7 or 8 ഇയേഴ്സിൻ്റെ മേലെ അത് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഗോഡ് ഓഫ് വാർ റാഗ്നറോക്ക് എന്ന ഗെയിം കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന ഗെയിമിംഗ് സീരീസ് ഒന്നും കളിക്കാത്തതുകൊണ്ട് അതിൻ്റെ സ്റ്റോറി എല്ലാം എനിക്ക് കുറച്ച് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റിൽ ഇതിൽ അതിൻ്റെ ഒരു റീക്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കണ്ടിട്ടുണ്ടായി. എന്നാലും നമുക്ക് ആ ഒരു സ്റ്റോറിയുടെ കണക്ഷനും അതുപോലെ ഇൻഡെപ്തായിട്ടൊന്നും എനിക്ക് അത്ര അതിനെക്കുറിച്ചിട്ട് പരിചയം ഉണ്ടായിരുന്നില്ല. അതെല്ലാം കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ ഗെയിം കളിച്ചത്. ഈ ഗെയിമിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ പേഴ്സണലി എനിക്ക് ഇതൊരു ബിലോ എവറേജ് ഗെയിമായിട്ടാണ് തോന്നിയത്. എനിക്കറിയാം ഇതിന് നല്ല റേറ്റിംഗ് ഉണ്ട്, അതായത് സ്റ്റീമിലും അതുപോലെ ഗൂഗിളിലും IGN എല്ലാം നല്ലൊരു റേറ്റിംഗുള്ള ഗെയിമാണിത്. ഇതൊന്ന് അറൗണ്ട് 9 ഒക്കെ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട് ഗെയിമിന്. ബട്ട് പേഴ്സണലി എനിക്കിത് ഒട്ടും വർക്കായില്ല. അതിൻ്റെ റീസൺസ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അധികം വൈകാണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോയിലോട്ട് കിടക്കാം. സ്റ്റാർട്ടിങ് തന്നെ ഇതിൻ്റെ ഒരു പ്രൈസിങ് നമുക്ക് നോക്കാം. ഇതിൻ്റെ സ്റ്റീമിൽ ഇതിൻ്റെ പ്രൈസ് കാണിക്കുന്നത് 4000 റുപ്പീസും അതുപോലെ തന്നെ പ്ലേ സ്റ്റേഷൻ സ്റ്റോറിൽ ഇതിൻ്റെ പ്രൈസ് 5000 റുപ്പീസാണ് കാണിക്കുന്നത്. ആൻഡ് ഫോർ ദിസ് മണി ദിസ് ഗെയിം ഈസ് വേ ടു ഓവർ പ്രൈസ്ഡ്. ഈ ഒരു പ്രൈസിൽ നിങ്ങൾ ഈ ഗെയിം ഒരിക്കലും പർച്ചേസ് ചെയ്യരുത്. ഇനി നിങ്ങളൊരു പ്ലേ സ്റ്റേഷൻ ഗെയിമർ ആണെങ്കിൽ നിങ്ങൾ PS+ എന്നൊരു ഓപ്ഷനിൽ ഈ ഗെയിം ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റും. അത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ കോസ്റ്റും എത്രയൊക്കെയാണ് വരുന്നതെന്നും. അതല്ല നിങ്ങളൊരു PC ഗെയിമർ ആണെങ്കിൽ ഒന്നെങ്കിൽ വേറെ ഏതെങ്കിലും ഗെയിം ചൂസ് ചെയ്യാം. അതല്ല നിങ്ങൾ ഈ ഒരു ഫ്രാഞ്ചൈസ് അല്ലെങ്കിൽ ഈ ഒരു സീരീസ് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വേറെ ഏതെങ്കിലും വഴി ഈ ഗെയിം ഡൗൺലോഡ് ചെയ്യാം. ഇതെല്ലാം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിൽ വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഗെയിമിൻ്റെ സ്റ്റോറി നോക്കാം. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എല്ലാ ഗെയിമിൻ്റെയും സ്റ്റോറി അത്യാവശ്യം ലാഗുള്ള സ്റ്റോറിയാണ്. ഒബ്വിയസ്ലി ഇതൊരു ഗെയിമാണ്, അപ്പോൾ സ്റ്റോറി മാത്രമല്ല അതിൻ്റെ കൂടെ ഇവർക്ക് ഒരു ഗെയിം പ്ലേ കൂടി കൊണ്ടുപോകണം. ഈ സ്റ്റോറിയും ഗെയിം പ്ലേ മികച്ചതാവുമ്പോഴാണ് ഈ ഗെയിം നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് തരുന്നത്. ആ ഒരു ഫീൽ എനിക്ക് ഈ ഗെയിം കളിച്ചൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. ഓഫ് കോഴ്സ് ഇതിൻ്റെ സ്റ്റോറിയൊക്കെ അടിപൊളി സ്റ്റോറിയാണ്, പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഈ ഗെയിം പ്ലേ ആണ് എനിക്ക് നല്ല ലാഗായി തോന്നിയത്. ഇനിയിപ്പോൾ ഒരു ഗെയിമിൻ്റെ സ്റ്റോറി ഒരു എവറേജ് ആണെങ്കിലും അതിന് ഗെയിം പ്ലേ മികച്ചതാണെങ്കിൽ ആ ഗെയിം നല്ല രീതിയിൽ തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിൾ ആയിരുന്നു നമ്മുടെ മാർവൽ സ്പൈഡർമാൻ 2. കാരണം നമുക്ക് എല്ലാ സ്റ്റോറി അറിയാം, അതിൽ എന്തുണ്ടാകാൻ പോകുന്നത്, ഈ ക്യാരക്ടർ ആരാണ് എന്താണെന്നൊക്കെ നമുക്കറിയാം. ബട്ട് നമ്മൾ ആ ഗെയിം എൻജോയ് ചെയ്ത് കളിച്ചു. കാരണം എന്താ, അതിൻ്റെ ആ ഗെയിം പ്ലേ, ആ ഒരു എക്സ്പീരിയൻസ് പേഴ്സണലി എനിക്ക് ഈ ഗെയിമിൽ നിന്നും കിട്ടിയില്ല. ഈ സ്റ്റോറിയിൽ എനിക്ക് ഏറ്റവും മികച്ചതായി തോന്നിയത് ഈ ഒരു ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കണക്ഷനായിരുന്നു. എസ്പെഷ്യലി നമ്മുടെ ക്രാറ്റോസും അതുപോലെ അവൻ്റെ മകനായ ആട്രസും തമ്മിലുള്ള ഒരു ബോണ്ടിങ്, അതെല്ലാം അവരോടൊപ്പം തന്നെ നമുക്കും ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഗെയിമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഇതാണ്. ഇതിൻ്റെ സ്റ്റോറി ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയി പറയുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ മുന്നത്തെ സീരീസ് കളിച്ചിട്ടില്ല. ചിലപ്പോൾ അത് കളിക്കാത്തതുകൊണ്ടായിരിക്കും എനിക്കിതൊന്നുകൂടി കണക്റ്റ് ആവാണ്ടിരുന്നിട്ടുണ്ടാവുക. സോ ബട്ട് സ്റ്റിൽ എനിക്ക് ഇതിൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടു. അതായത് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ ഈ ഒരു ബേസ് സ്റ്റോറി എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ ഇനി ഇതിൻ്റെ ഗെയിം പ്ലേയിലോട്ട് വരാം. ഇതിൻ്റെ ഗ്രാഫിക്സിലും വിഷ്വൽസിലും ഒന്നും ഇവരും ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും ആ മേക്കിങ്ങും എല്ലാം. വിഷ്വൽസ് എല്ലാം മൊത്തം കളർഫുള്ളാണ്. അതായത് ഇങ്ങനെ നമ്മുടെ സ്ക്രീൻ ഇങ്ങനെ തിളങ്ങി തിളങ്ങി നിൽക്കും പല പല കളറായിട്ട്. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഗ്രാഫിക്സ് ആൻഡ് വിഷ്വൽ എന്ന ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് നെഗറ്റീവ് ഒന്നും തന്നെ ഫീൽ ചെയ്തിട്ടില്ല. ഒരു ഓപ്പൺ ഫ്രീ റൂം ഗെയിമൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ചെറിയ മാപ്പിൽ ഇവർ മാക്സിമം ഗ്രാഫിക്സ് ആൻഡ് വിഷ്വൽസിൻ്റെ ഔട്ട്പുട്ട് തരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഇത് കൂടാണ്ട് ചില ബോസ് ഫൈറ്റ് മാത്രമാണ് ഇതിൽ മികച്ചതായിട്ട് എനിക്ക് തോന്നിയത്. ബോസ് ഫൈറ്റിൻ്റെ ഇടയിലുള്ള കട്ട് സീനും പ്ലസ് ഇതിൻ്റെ ഗ്രാഫിക്സും വിഷ്വലും എല്ലാം കൂടി ആയപ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആ ഒരു ഫൈറ്റെല്ലാം നമുക്ക് തന്നത്. അതിൽ തന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിരുന്നു ഈ ഹീംഡാലിനായിട്ടുള്ള ഫൈറ്റും അതുപോലെ തന്നെ നമ്മുടെ തോറിനായിട്ടുള്ള ഫൈറ്റും. ആ ഒരു 2 ഫൈറ്റും അത്യാവശ്യം നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് തന്നത്. പക്ഷേ ചില ബോസ് ഫൈറ്റ് ഒഴിച്ചാൽ ബാക്കിയുള്ള നോർമൽ കോമ്പാക്റ്റ് എല്ലാം എനിക്ക് വളരെ എവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. എസ്പെഷ്യലി ആക്ട്രസിനൊക്കെ വെച്ച് ഫൈറ്റ് ചെയ്യുമ്പോൾ ബോറും അതുകൂടെ അതിൻ്റെ ഒപ്പം തന്നെ നല്ല ലാഗും, അത് രണ്ടും കൂടെ ആയപ്പോൾ റെഡിക്ക് മടുത്തു ആ ഒരു സീനെല്ലാം. പക്ഷേ ക്രാറ്റോസിന് വെച്ചിട്ടുള്ള ഫൈറ്റിംഗ് എക്സ്പീരിയൻസ് അത്യാവശ്യം ഒരു ഗുഡ് അല്ലെങ്കിൽ ഒരു എബവ് എവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതെല്ലാം ലോ ലെവൽ എനിമീസിൻ്റെ കാര്യമാണ് പറയുന്നത്. ബോസ് ഫൈറ്റ് എന്നല്ല, ബോസ് ഫൈറ്റ് അല്ലാതും അത്യാവശ്യം നല്ല ഫൈറ്റ് ആയിരുന്നു. പക്ഷേ ഈ ലോ ലെവൽ എനിമീസിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. സ്റ്റിൽ ഈ ഒരു കോമ്പാക്റ്റ് എക്സ്പീരിയൻസ് എല്ലാം അവർക്ക് ഒന്നും കൂടി നന്നാക്കാമായിരുന്നു എന്ന് എനിക്കൊരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട്. അതുപോലെ ഇതിൽ നമുക്ക് കിട്ടുന്ന സ്കിൽസും ഒക്കെ എനിക്ക് എന്തൊക്കെയോ ഒരു പോരായ്മ ഉള്ള പോലെയാണ് തോന്നിയത്. സ്റ്റിൽ ഇതിൽ കോമ്പാക്റ്റ് ചെയ്യാൻ ആക്സ് ഉണ്ട്, ഒരു ചെയിൻ പോലത്തെ ഒരു സംഭവം ഉണ്ട്, അതുകൂടാണ്ട് ഒരു സ്പിയറും ഉണ്ട്.
ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ഗുഡ് അല്ലെങ്കിൽ ഒരു എബോവ് ആവറേജ് എക്സ്പീരിയൻസ് എന്ന് പറയാം ഇതിനൊരു ഈ ക്രാറ്റോസിനായിട്ടുള്ള ഒരു കോമ്പാക്റ്റ് എക്സ്പീരിയൻസ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഇതിൻ്റെ ടൂൾസിൻ്റെ ഒരു അപ്ഗ്രേഡ് സിസ്റ്റം. ഇത് കൂടാണ്ട് ആർമർ ഷീൽഡ് ഇതെല്ലാം അപ്ഗ്രേഡും അതിൻ്റെ അപ്പുറം ഒരു വെറൈറ്റി ഓഫ് അപ്ഗ്രേഡ്സും കാര്യങ്ങളൊക്കെ ഈ ഗെയിം നമുക്ക് തരുന്നുണ്ട്. ഈ ഒരു ഭാഗവും അത്ര വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. പിന്നെ അടുത്തതാണ് ഇതിൻ്റെ ഒരു ജേണി. അതായത് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഓഫ് കോഴ്സ് നമ്മളിങ്ങനെ നടന്നിട്ട് ഓടിയിട്ടൊക്കെ ഓരോ സ്ഥലത്തേക്ക് എത്തും. പക്ഷേ ഈ സ്ഥലത്തേക്ക് എത്തുമ്പോഴൊക്കെ ഈ വഴിയെല്ലാം നമ്മൾ തന്നെ കണ്ടുപിടിച്ച് നമ്മൾ തന്നെ വഴികളൊക്കെ ഉണ്ടാക്കി ഒരു മൊത്തത്തിലൊരു പുസിൽ അങ്ങനത്തെ ഒക്കെ സെറ്റപ്പാണ് ഇവർ ഉണ്ടാക്കിയേക്കണത്. അതാണെങ്കിൽ എനിക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഒട്ടും ഇഷ്ടമല്ല. കുറച്ചൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ ഇത് മൊത്തം ഈ ഒരു ഗെയിമിൽ എൻ്ററായിട്ട് തന്നെ സംഭവം മൊത്തം പുസിൽ. അവിടെ പോകുന്നു, അവിടെ നിന്ന് നമ്മൾ വഴി കണ്ടുപിടിക്കുന്നു, ഇവിടെ വരുന്നു വഴി കണ്ടുപിടിക്കുന്നു. ഇത് തന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചെസ്റ്റും കാര്യങ്ങളും തപ്പാൻ വേണ്ടി വേറെ സ്ഥലത്തേക്കും പോകണം. പകുതി എത്തിയപ്പോൾ ഞാൻ ചെസ്റ്റൊക്കെ നിർത്തി. അതായത് ഇനി ഉള്ളത് വെച്ചിട്ട് കളിക്കാൻ എന്നുള്ള മൈൻഡായി എനിക്ക്. കുറേ സ്ഥലത്തൊക്കെ ഈ ഒരു ജേണി നല്ല ലേഗാകുമ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാഫിക്സും വിഷ്വലൊക്കെ വെച്ചിട്ട് ചില സീൻ ഇങ്ങനെ അപ്പായിട്ട് അവർ കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അതൊന്നും അത്ര വലിയ എഫക്റ്റീവ് ഒന്നും ആയിട്ടില്ല. അതും കൂടാണ്ട് ഇതിലൊരു പ്ലെയറിന് ഒരു ഫ്രീഡം ഒന്നും കൊടുക്കുന്നില്ല. അതായത് ഇപ്പോൾ നമുക്കൊരു സ്ഥലത്തേക്ക് നിന്ന് അപ്പുറത്തെ സ്ഥലത്തേക്ക് ചാടണം എന്നുണ്ടെങ്കിൽ ഗെയിം പറയും ആ ഒരു സമയമാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ മാത്രം നമുക്ക് ചാടാനൊക്കെ പറ്റുള്ളൂ. ഇതും പോരായിട്ട് ഇപ്പോൾ നമ്മളൊരു റഷ്യായിട്ടൊരു സ്ഥലത്തേക്ക് എത്തണം, അതായത് നമ്മൾ ആരെങ്കിലും രക്ഷിക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് സ്ഥലത്തേക്ക് എത്തണം. അങ്ങനെ പോകുന്ന വഴിക്ക് ചിലപ്പോൾ ഒരു ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ എനിമീസും കാര്യങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടാം. അവരെല്ലാവരും ഫൈറ്റ് ചെയ്താൽ മാത്രമാണ് ആ ഒരു ചാടണമെങ്കിൽ ഒരു ബട്ടൺ അവർ കാണിക്കും, എന്തായാലും നമുക്ക് ചാടാൻ പറ്റുള്ളൂ, ആ ഒരു ഓപ്ഷൻ അവിടെ വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എനിക്ക് വളരെ ബോറായിട്ടാണ് തോന്നിയത്. അറ്റ്ലീസ്റ്റ് ആ ചില മിഷൻസ് എങ്കിലും അത് നമ്മുടെ അടുത്ത് കോൺവെർസേഷൻ പറയുന്നത് നമുക്ക് പെട്ടെന്ന് എത്തണമെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്നിട്ട് പോണതിൻ്റെ ഇടയിലുണ്ടാവും 4-5 ലോ ലെവൽ എനിമീസ്. എന്നിട്ട് പറയുന്നു അവരെ കൊല്ലാണ്ട് നമുക്ക് കിടക്കാനും പറ്റില്ല. ഇതൊക്കെ കൂടി ആകുമ്പോൾ അതായത് നമുക്ക് ഒന്നാമത് ഗെയിം പ്ലേ ലാഗാണ്. അത് കൂടാണ്ട് ഇതും കൂടി ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർന്നാൽ മതി എന്നൊരു അവസ്ഥയായിരുന്നു അവസാനമൊക്കെ ആയപ്പോൾ. ഇനി ഇതിൻ്റെ സൈഡ് മിഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സത്യമായിട്ടും ഞാൻ ഇതിൻ്റെ സൈഡ് മിഷൻസ് ഒന്നും അങ്ങനെ കളിച്ച് നോക്കിയിട്ടില്ല. ഞാൻ സ്റ്റാർട്ടിങ് ഒരു 2-3 ട്രൈ ചെയ്ത് നോക്കുമ്പോണ്ട് മൊത്തം ഞാൻ പറഞ്ഞ പോലെ പുസിൽ. അവിടെ പോയിട്ട് അവിടുന്ന് ഇവിടുന്ന് ഒരു സാധനം മേടിക്കണം, അവിടെ നിന്നിട്ട് അത് തുറക്കണം, അങ്ങനെ പോകണം ഇങ്ങനെ പോകണം. എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ഇത് ഇഷ്ടമില്ല. കൂടാണ്ട് ഈ സൈഡ് മിഷനിൽ ഇതൊക്കെ കൂടി കളിക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, എല്ലാം സ്കിപ്പ് ചെയ്തു. സ്റ്റോറി മാത്രമാണ് ഞാൻ പിന്നെ കളിച്ചത്. എന്ന് വെച്ചാൽ സ്റ്റോറിയിൽ ഇല്ലയെന്നല്ല, സ്റ്റോറിയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അത്യാവശ്യം അവർ കൊടുത്തു വെച്ചിട്ട് ഇത് എന്തിനാണ് ഇത്ര അധികം ഇങ്ങനെ വയ്ക്കണത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇങ്ങനെ വരുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ആ ഒരു ഫ്ലോനെ അത് ബാധിക്കുകയാണ്. അതായത് നമ്മളിങ്ങനെ എക്സൈറ്റ് ആയിട്ട് വരും, അപ്പോൾ വീണ്ടും ഇതുപോലത്തെ എന്തെങ്കിലും വരും, വീണ്ടും ആ ഒരു ഇത് പോകും, വീണ്ടും ലാഗ്. അപ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യണം ഗെയിം കളിക്കുന്നതിൻ്റെ ഇടയിൽ. ഇങ്ങനത്തെ ഒരു പുസിൽ മിഷൻ ഒട്ടും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഈ പുസിൽ മിഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മൈൻഡ് ട്വിസ്റ്റിംഗ് ഒക്കെ ആയിട്ടുള്ള കുറച്ച് മിഷൻസ് ഉണ്ട്. അതായത് കുറച്ച് ബുദ്ധിമുട്ടാണ്, നമ്മൾ ചിന്തിച്ചിട്ടൊക്കെ വേണം ചെയ്യാൻ. അങ്ങനത്തെ മിഷൻസാണ് ഞാൻ ഈ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു മിഷൻസ് കുറച്ചൊക്കെ ആയാലും നമുക്ക് ഗെയിം വലിയ ഇഷ്യൂ ഒന്നും വരില്ല. പക്ഷേ ഇതൊരു ഉടനീളം ആ ഒരു സാധനം വരുമ്പോഴാണ് പ്രശ്നം. സോ ഇതൊക്കെയാണ് എനിക്ക് ഈ ഗെയിം കളിച്ചിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയ കുറച്ച് കാര്യങ്ങൾ. സ്റ്റിൽ ഈ ഗെയിമിൽ നല്ലൊരു ഹൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഹൈപ്പ് പ്രതീക്ഷിച്ച് കളിച്ചുകൊണ്ടായിരിക്കാം ഞാൻ ഈ ഗെയിമിൽ ഡിസപ്പോയിൻ്റ് ആയത്. നിങ്ങൾ ഈ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് പ്ലീസ് ഷോ യുവർ സപ്പോർട്ട് ഇൻ ദ ഫോം ഓഫ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ ഒന്നെങ്കിൽ ലാസ്റ്റ് ഓഫ് അസ് പാർട്ട് 1 അല്ലെങ്കിൽ അസാസിൻ്റെ മിറാജ് ആയിരിക്കും. അസാസിൻ്റെ ഷാഡോസ് ഇറങ്ങുന്നത് കൊണ്ട് ചിലപ്പോൾ ഇനി ഷാഡോസ് ചെയ്താൽ മതി എന്നൊരു പ്ലാനും കൂടി ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. You'll get your answers soon enough.